നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിലെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡ് ഈസ്റ്റ് അവർ ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് UAE ഈജിപ്ത് ആഹ്വാനം. മേഖലയുടെ സുരക്ഷയും കെട്ടുറപ്പും ഉറപ്പാക്കാൻ യോജിച്ച പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്നും ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുതകുന്ന നടപടികൾക്കും ധാരണയായി. കൈറോയിലെത്തിയ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അസീസുമായി നടത്തിയ ചർച്ചയിലാണ് ആഹ്വാനം. ഗസയിലെ ജനത അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ മറികടക്കാൻ വെടിനിർത്തലും ഭക്ഷ്യസഹായ ലഭ്യതയും അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. ദുരാഷ്ട്ര പ്രശ്നപരിഹാര ഫോർമുലയിലൂടെ മാത്രമേ മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാൻ സാധിക്കുള്ളൂവെന്നും അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും UAE ഈജിപ്ത് പ്രസിഡന്റുമാർ നിർദ്ദേശിച്ചു. ഗസയിലേക്ക് സ്വന്തം നിലയ്ക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാൻ ഈജിപ്തും UAEയും ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്തുറ്റതാക്കാനും ധാരണയായി. പൊതു താൽപര്യമുള്ള ഉഭയകക്ഷി വിഷയങ്ങളിൽ മികച്ച ഏകോപനവും ഉറപ്പാക്കും. UAE ഉന്നതതല സംഘവും ഈജിപ്ത് സന്ദർശന വേളയിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിനെ അനുഗമിച്ചിരുന്നു. മീഡിയ 1 അബുദാബി. യുദ്ധക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഗസയിലെ ഫലസ്തീനികൾക്ക് കൂടുതൽ സഹായങ്ങളുമായി UAEയിൽ നിന്ന് മൂന്നാമത്തെ കപ്പൽ പുറപ്പെട്ടു. 4630 ടൺ സഹായ വസ്തുക്കളുമായി ഞായറാഴ്ച ഫിജാര തുറമുഖത്ത് നിന്ന് ഈജിപ്തിലെ അൽ ആരിഷ് തുറമുഖത്തേക്കാണ് കപ്പൽ യാത്ര തിരിച്ചത്. റഫ അതിർത്തി മുഖേന സഹായ വസ്തുക്കൾ ഗസയിലെത്തിക്കാനാണ് പദ്ധതി. ഗസയിലേക്കുള്ള മൂന്നാമത് കപ്പലിൽ അയച്ച ഉൽപ്പന്നങ്ങളിൽ 4218 ടൺ ഭക്ഷ്യവസ്തുക്കളാണ്. 370 ടൺ താൽക്കാലിക പാർപ്പിടങ്ങൾ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളും 41 ടൺ മെഡിക്കൽ വസ്തുക്കൾ, 6 ജല ടാങ്കുകൾ, 2 സെപ്റ്റിക് ടാങ്കുകൾ, 1 ഡീസൽ സംഭരണ ടാങ്ക് എന്നിവയും ഇതിൽ ഉൾപ്പെടും. ഫലസ്തീനെ പിന്തുണയ്ക്കുന്നതിനായി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പ്രഖ്യാപിച്ച ഗാലന്റ് നൈറ്റ് 3 സംരംഭത്തിന്റെ ഭാഗമായാണ് എമിറേറ്റ്സ് റെഡ് ക്രസന്റ്, സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ ചാരിറ്റബിൾ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ, ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ഫൗണ്ടേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ സഹായങ്ങൾ ലഭ്യമാക്കുന്നത്. സഹായ വസ്തുക്കൾ കപ്പലിലേക്ക് എത്തിക്കുന്നതിനായി 267 ട്രക്കുകളും സജ്ജമാക്കിയിരുന്നു. ഗാലന്റ് നൈറ്റ് 3 സംരംഭത്തിന്റെ ഭാഗമായി ഗസ മുനമ്പിൽ 2 ഫീൽഡ് ആശുപത്രികൾ, അല്ലാരിഷ് തുറമുഖത്ത് ഫ്ലോട്ടിംഗ് ആശുപത്രി, ഓട്ടോമേറ്റഡ് ബേക്കറികൾ എന്നിവ ഉൾപ്പെടെ നിരവധി സംരംഭങ്ങളും UAE ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ പ്രതിദിനം 12 ലക്ഷം ഗാലൻ ഉപ്പുജലം ശുദ്ധീകരിക്കാൻ പ്രാപ്തിയുള്ള 6 പ്ലാന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6 ലക്ഷം പേർക്ക് ഇത് മുഖേന കുടിവെള്ളം ലഭ്യമാക്കാനാകും. അടുത്തിടെ നന്മയുടെ പറവകൾ എന്ന പേരിൽ ആകാശമാർഗവും UAE 468 ടൺ വസ്തുക്കൾ ഗസയിൽ എത്തിച്ചിരുന്നു. മീഡിയ 1 ദുബൈ. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കായി ഗസയിൽ നിന്ന് ദോഹയിലെത്തിയ കുട്ടികൾക്ക് വേണ്ടി നിരവധി കായിക വിനോദ പരിപാടികൾ സംഘടിപ്പിച്ച ഖത്തർ ടൂറിസം. ഓർഫൻ കെയർ സെന്ററുമായി സഹകരിച്ച് ഗസ ബഡ്സ് കാർണിവൽ എന്ന തലക്കെട്ടിൽ അൽതുമാമ കോംപ്ലക്സിലെ ഔട്ട്ഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിവിധ കായിക വിനോദ പരിപാടികളിലൂടെ കുട്ടികളുടെ മാനസികാരോഗ്യനില മെച്ചപ്പെടുത്തുകയും നിറവേറ്റുകയും ചെയ്തവർക്ക് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ പകർന്നു നൽകുകയാണ് കാർണിവലിന്റെ ലക്ഷ്യം. യമനിൽ ഹൂത്തികൾക്കെതിരെ US UK സംയുക്താക്രമണം. തിരിച്ചടിച്ച ഹൂത്തികളുടെ മിസൈൽ പ്രത്യാക്രമണവും. ആക്രമണത്തിൽ പനാമ കപ്പലിൽ മിസൈൽ പതിച്ച് തീപിടിച്ചു. ജീവനക്കാരും സമുദ്ര സുരക്ഷാ സേനയും ഇടപെട്ട് കപ്പലിലെത്തി നിയന്ത്രണ വിധേയമാക്കിയതായി ബ്രിട്ടീഷ് സുരക്ഷാ വിഭാഗം അറിയിച്ചു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിവരുന്ന യമനിലെ ഹൂത്തി വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് US UK സംയുക്താക്രമണം. ആക്രമണത്തിനെതിരെ തിരിച്ചടിച്ച ഹൂത്തികൾ 6 ഡ്രോണുകൾ ഉപയോഗിച്ച് പ്രത്യാക്രമണവും നടത്തി. ആക്രമണത്തിൽ ചെങ്കടൽ വഴി യാത്ര ചെയ്ത പനാമ വാണിജ്യ കപ്പലിൽ മിസൈൽ പതിച്ച് തീപിടിച്ചു. കപ്പലിനു നേർക്ക് ആക്രമണം നടന്നതായി ബ്രിട്ടീഷ് സുരക്ഷാ വിഭാഗവും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസിയും സ്ഥിരീകരിച്ചു. പനാമ പതാക വഹിച്ച ഓയിൽ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. കപ്പൽ ജീവനക്കാരും സമുദ്ര സുരക്ഷാ വിഭാഗവും ഇടപെട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയതായും കപ്പലും ജീവനക്കാരും സുരക്ഷിതമാണെന്നും ഏജൻസി വ്യക്തമാക്കി. ഗസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാതെ ചെങ്കടൽ വഴി ഇസ്രയേലിലേക്കുള്ള കപ്പൽ യാത്ര അനുവദിക്കില്ലെന്ന് ഹൂത്തികൾ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. ഗസയിൽ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമായാണ് തങ്ങൾ കപ്പലുകളെ ആക്രമിക്കുന്നതെന്നും ഹൂത്തികൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1 ദമ്മാം. റഷ്യയ്ക്ക് ഐക്യദാർഢ്യം നേർന്ന UAE. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വെള്ളിയാഴ്ച നടന്ന ഭീകരാക്രമണത്തെ UAE ശക്തമായി അപലപിച്ചു. തീവ്രവാദത്തിന്റെ എല്ലാ ഘടകങ്ങളെയും പരാജയപ്പെടുത്താൻ ശക്തമായ നടപടി അനിവാര്യമാണെന്നും UAE വ്യക്തമാക്കി. അബുദാബിയിലെയും മറ്റും പ്രധാന കെട്ടിടങ്ങളിൽ റഷ്യൻ പതാക പ്രദർശിപ്പിച്ചാണ് UAEയുടെ ഐക്യദാർഢ്യം.
ഭീകരാക്രമണങ്ങൾ നടത്തി ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര ഭദ്രത തകർക്കാനുള്ള ഛിദ്രശക്തികളുടെ നീക്കം വിജയിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് UAEയുടെ ഈ പിന്തുണ. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാത്തരം അക്രമങ്ങളെയും ഭീകരതയെയും തങ്ങൾ തള്ളുന്നതായി UAE വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. UAEയിലെ റഷ്യൻ നയതന്ത്ര കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മോസ്കോക്ക് പിന്തുണ അറിയിച്ച് സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് രംഗത്ത് വന്നത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും റഷ്യൻ ജനതയ്ക്കും സർക്കാരിനും UAE നേതാക്കൾ അനുശോചനവും അറിയിച്ചു. മീഡിയ 1 അബുദാബി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരവുമായി ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ ജലശുചീകരണ പദ്ധതികൾ. ഈ വർഷം 14 ജലശുചീകരണ പദ്ധതികൾ നടപ്പാക്കുമെന്ന് QRCS പ്രഖ്യാപിച്ചു. കിണറുകളും കുഴൽക്കിണറുകളും പുനരുജ്ജീവിപ്പിക്കൽ, വാട്ടർ ടാങ്കുകളും സൗരോർജ്ജ പമ്പുകളും സ്ഥാപിക്കൽ, പൊതുസ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ, ജലസ്രോതസ്സുകൾ കുറവുള്ള പ്രദേശങ്ങളിൽ ടാങ്കർ ട്രക്കുകൾ വിന്യസിക്കൽ എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുമെന്ന് ഖത്തർ റെഡ് ക്രസന്റ് അറിയിച്ചു. ഫലസ്തീനിലെ ഗസ, യമൻ, നൈജർ, സുഡാൻ, സൊമാലിയ, അഫ്ഗാനിസ്ഥാൻ, ലബനൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതികളിൽ 4 ലക്ഷത്തിലധികം പേർ ഗുണഭോക്താക്കളാകും. 2.19 കോടി റിയാലാണ് പദ്ധതികൾക്കായി ചെലവ് കണക്കാക്കുന്നത്. മലിനീകരണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര ജലദിനത്തിന്റെ ഭാഗമായാണ് ഖത്തർ റെഡ് ക്രസന്റ് കുടിവെള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. 2023 ജലമലിനീകരണം തടയുന്നത് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളായിരുന്നു നടപ്പാക്കിയിരുന്നത്. മീഡിയ 1 ദോഹ. ദുബായ് നഗരത്തിലെ പ്രധാന കവലയിൽ യാത്രാസമയവും ഗതാഗത കുരുക്കും കുറക്കുന്ന സുപ്രധാന പദ്ധതിയുടെ ഭാഗമായ 4 പാലങ്ങളുടെ നിർമ്മാണം 75% പൂർത്തിയായി. ഗർൻ അൽ സബ്ഖ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് കവല വികസന പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 2.8 കിലോമീറ്റർ നീളത്തിലാണ് ഇവിടെ പാലങ്ങൾ ഒരുങ്ങുന്നത്. പാലങ്ങളുടെ നിർമ്മാണം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ മണിക്കൂറിൽ 17,600 വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നുപോകാൻ സാധിക്കും. പാലങ്ങളുടെ അടിത്തറയുടെയും തൂണുകളുടെയും നിർമ്മാണം ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിൽ പാലത്തിന്റെ ഭിത്തികൾ സ്ഥാപിക്കൽ, ഇരുമ്പ് സപ്പോർട്ടുകൾ സ്ഥാപിക്കൽ, റോഡുകൾ വികസിപ്പിക്കൽ, ലൈറ്റിംഗ് ജോലികൾ എന്നിവ നടന്നുവരികയാണ്. പാലങ്ങളിലൊന്ന് ഈ വർഷം 2ാം പാദത്തോടെ പൂർത്തീകരിക്കാനാണ് നീക്കം. ഷെയ്ഖ് സായിദ് റോഡിനെയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന നിർണായക പദ്ധതിയായ ഗർണൽ സബ്ക സ്ട്രീറ്റിനെ മെച്ചപ്പെടുത്തുകയാണ് നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതു മുഖേന ഷെയ്ഖ് സായിദ് റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, ഫസ്റ്റ് അൽക്കൈൽ റോഡ്, അൽ അസായിൽ സ്ട്രീറ്റ് എന്നിവിടങ്ങളിൽ തടസ്സം കൂടാതെ ഗതാഗതം ഉറപ്പാക്കാനാവും. പദ്ധതി പൂർത്തിയായാൽ ഗർണൽ സബ്ക സ്ട്രീറ്റിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് മുഖേന അൽ കിസൈസ് ധേരഭാഗത്തേക്ക് പോകുന്നതിന്റെ ദൂരവും യാത്രാസമയവും 40% കണ്ട് കുറയും. നിലവിലെ 20 മിനിറ്റ് യാത്രാസമയം 12 മിനിറ്റായാകും കുറയുക. ഇതോടൊപ്പം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് വലത്തോട്ട് അൽ യലായിസ് സ്ട്രീറ്റിലേക്ക് ജബൽ അലി തുറമുഖത്തേക്ക് പോകുന്ന യാത്രാസമയം 21 മിനിറ്റിൽ നിന്ന് 7 മിനിറ്റായും കുറയുമെന്ന് RTA എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താർ അൽ തായർ വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്. യാചകർക്കെതിരെ നടപടി ശക്തമാക്കി റാസൽ ഖൈമ അധികൃതർ. റമദാനിൽ റാസൽ ഖൈമയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 34 പേർ പിടിയിലായി. ഭിക്ഷാടകരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. യാചനയ്ക്കെതിരെ പോരാടുക, അർഹരായവരെ സഹായിക്കുക എന്നു പേരിട്ട ക്യാമ്പയിൻ റാസൽ ഖൈമയിൽ തുടരുകയാണ്. ഖത്തറിലെ ഇന്ത്യൻ എംബസി നാളെ പ്രവർത്തിക്കില്ല. ഹോളി ആഘോഷം പ്രമാണിച്ചാണ് അവധിയെന്ന് എംബസി സോഷ്യൽ മീഡിയ പേജ് വഴി അറിയിച്ചു. അതേസമയം അടിയന്തര ഘട്ടങ്ങളിൽ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാം. കുവൈത്തിൽ ഇന്ന് പരക്കെ മഴ ലഭിച്ചു. രാവിലെ മുതൽ ആരംഭിച്ച മഴ ഉച്ചയോടെ മാറി നിന്നെങ്കിലും വൈകിട്ടോടെ വീണ്ടും ശക്തമായി. ഇന്ന് രാവിലെ മുതൽ കാലാവസ്ഥ മൂടിക്കെട്ടിയ നിലയിലായിരുന്നു. പലയിടത്തും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായി. ഇന്ന് പുലർച്ചെ മുതൽ സാമാന്യം ശക്തമായ മഴയാണ് രാജ്യത്ത് ലഭിച്ചതെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ അബ്ദുൽ അസീസ് അൽ ഖരാവി പറഞ്ഞു. നാളെ രാവിലെ ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഉച്ചയോടെ കാലാവസ്ഥയിൽ ക്രമാനുഗതമായ മാറ്റമുണ്ടാകുമെന്നും അൽ ഖരാവി അറിയിച്ചു. മക്കയിലെ മസ്ജിദുൽ ഹറമിൽ ഇത്തികാഫിരിക്കുന്നതിനുള്ള സീറ്റുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇത്തവണ 6000 പേർക്ക് ഇത്തികാഫിന് അനുമതി നൽകും. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ് അനുമതിയുണ്ടാവുക.
മസ്ജിദുൽ ഹറമിന്റെ 3 നിലകളിലായാണ് ഇത്തവണ എത്തിക്കാഫ് ഇരിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ എത്തിക്കാഫിനുള്ള സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 3000 പേർക്കായിരുന്നു കഴിഞ്ഞ വർഷം അവസരം നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ 6000 പേർക്ക് അനുമതി നൽകും. അതിൽ 1000 സീറ്റുകൾ സ്ത്രീകൾക്ക് മാത്രമായുള്ളതാണ്. എത്തിക്കാഫിനുള്ള രജിസ്ട്രേഷൻ മാർച്ച് 17 ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈനായാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അനുവദിച്ചിരിക്കുന്ന സീറ്റുകൾ പൂർത്തിയാകുന്നതുവരെ രജിസ്ട്രേഷൻ തുടരും. 18 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രജിസ്റ്റർ ചെയ്യാം. റമദാൻ 20 മുതൽ എത്തിക്കാഫ് ആരംഭിക്കും. അനുമതി ലഭിക്കുന്നവർക്ക് നോമ്പുതുറ, അത്താഴം, ചൂടുള്ളതും തണുത്തതുമായ പാനീയങ്ങൾ, ലോക്കർ സംവിധാനം, വിവിധ ഭാഷകളിലുള്ള മതപഠന ക്ലാസുകൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഹറം പള്ളിയിൽ ലഭിക്കുന്നതാണ്. മീഡിയ 1 മക്ക. കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇടുക്കി ഏലപ്പാറയിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയയാൾ ഡോക്ടറെയും നഴ്സിനെയും മർദ്ദിച്ചതായി പരാതി. ഏലപ്പാറ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജു ജോസഫ്, നഴ്സ് അലോൻസിയ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനശേഷം രക്ഷപ്പെട്ട പ്രതി സോമനെ പീരുമേട് പോലീസ് പിടികൂടി. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സിജോ, എന്താണ് അവിടെ ഉണ്ടായത്? അമൃത രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൈക്ക് വേദന എന്ന് പറഞ്ഞെത്തിയ ബോണാമി സ്വദേശി സോമനോട് എക്സ്റേ എടുക്കേണ്ടതുണ്ടെന്നും അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ലെന്നും ഡോക്ടർ അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ ഡോക്ടറുടെ ക്യാബിനിൽ കയറി കതകടച്ച് ഡോക്ടറെ അസഭ്യം പറയുന്നത്. തടയാൻ ശ്രമിച്ച നഴ്സിനെതിരെയും ആക്രമണം ഉണ്ടായി. ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു. പിന്നീടാണ് ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇയാളെ പുറത്താക്കുകയും ചെയ്യുന്നത്. ഈ പരിക്കേറ്റ ഡോക്ടറും നഴ്സും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ മർദ്ദനശേഷം രക്ഷപ്പെട്ട സോമനെ പീരുമേട് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും നടക്കും. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം. ശരി, സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടത് സഖ്യത്തിന് ജയം. 3 സീറ്റുകളിൽ ഇടതു പാനലിലെ സ്ഥാനാർത്ഥികൾ ജയിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടത് സഖ്യം പിന്തുണ നൽകിയ BAPSA സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. തൗഫീഖ്, തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എങ്ങനെയാണ് JNUവിലെ കാര്യങ്ങൾ? 4 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ഇടത് സഖ്യം തന്നെയാണ് വലിയ ആധിപത്യത്തോടെ ഇപ്പോൾ JNUവിൽ വിജയിച്ചിരിക്കുന്നത്. ഇത്തവണ ഭരണം നിലനിർത്തിയിരിക്കുകയാണ് അവർ. 3 സീറ്റുകളിൽ ഇടത് പാനലിലെ സ്ഥാനാർത്ഥികൾക്കാണ് വലിയ വിജയമുണ്ടായിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടത് സഖ്യം പിന്തുണ നൽകിയ ബാസ്പിയുടെ സ്ഥാനാർത്ഥി കൂടി വിജയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വലിയൊരു വിജയം ഇത്തവണ ഇടത് സഖ്യത്തിന് JNUവിൽ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. വലിയ ആവേശത്തോടെയായിരുന്നു വിദ്യാർത്ഥികൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കാരണം 4 വർഷത്തിലധികമായി തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് മുടങ്ങിയത്. അതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം ഇടത് സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നത്. ABVP ഉൾപ്പെടെ മത്സര രംഗത്ത് സജീവമായിരുന്നെങ്കിലും അവർക്ക് വിജയിക്കാനായില്ല. കൗൺസിൽ സീറ്റുകളിലേക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിജയം SFIക്ക് ഉണ്ടായിരുന്നു. SFI അതോടൊപ്പം തന്നെ ബാസ്പ, ഒപ്പം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്, ABVP തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി. എന്നാൽ വലിയൊരു വിജയം തന്നെ ഇടത് സഖ്യത്തിന് ഇത്തവണയും ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി തുടങ്ങി 4 പ്രധാന പോസ്റ്റുകളിലേക്കായിരുന്നു മത്സരം നടന്നത്. ആ 4 പോസ്റ്റുകളിലേക്കുമാണ് ഇപ്പോൾ ഇടത് സഖ്യത്തിന് വലിയ വിജയം തന്നെ ഉണ്ടായിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വിശ്വജിത് മിജി, അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അഭിജിത് ഗയോഷ്, ജനറൽ സെക്രട്ടറിയായിട്ട് പ്രിയാഷിനി ആര്യ, ജോയിന്റ് സെക്രട്ടറിയായിട്ട് മുഹമ്മദ് സാജിദ് എന്നിവരാണ് വിജയിച്ചിരിക്കുന്നത്. ഈ വിജയത്തിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നടക്കുന്നത്. ഈ വിജയം ആഘോഷിക്കാനായിട്ട് നിരവധി വിദ്യാർത്ഥികളാണ് സർവകലാശാലയിലെ ഫലം പ്രഖ്യാപിക്കുന്ന സെന്ററിന് പുറത്തിപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ശരി, തൗഫീഖ് അസ്ലമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഭക്തിസാന്ദ്രമായി ഓശാന പെരുന്നാൾ. കുവൈത്തിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും ഒക്കെ നടന്നു. ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറിയുള്ള യേശുക്രിസ്തുവിന്റെ യാത്രയെ ഓർമ്മപ്പെടുത്തിയാണ് ക്രൈസ്തവർ ഓശാന ആഘോഷിക്കുന്നത്. യേശുക്രിസ്തു നടത്തിയ ജെറുസലേം പ്രവേശന ഓർമ്മയിൽ കുവൈത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ ഓശാന പെരുന്നാൾ കൊണ്ടാടി. കുവൈത്ത് മഹാ ഇടവകയുടെ ദേവാലയങ്ങളായ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച്, അബ്ബാസിയ സെന്റ് ബസേലിയോസ് ചാപ്പൽ, സാൽമിയ സെന്റ് മേരീസ് ചാപ്പൽ എന്നിവിടങ്ങളിൽ നടന്ന ശുശ്രൂഷകൾക്ക് മലങ്കര സഭയുടെ അങ്കമാലി ഭദ്രസനാധിപൻ യുഹനോൻ
മാർ പോളികാർപ്പസ് മെത്രോപൊലിത്ത, ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറക്കൽ, സഹവികാരി ഡോക്ടർ ലിജു കെ പൊന്നപ്പൻ, ഫാദർ ഗീവർഗീസ് ജോൺ, ഫാദർ റിനിൽ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. മലങ്കര റൈറ്റ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഹോളി ഫാമിലി കോ കത്തീഡ്രൽ ദേവാലയത്തിലെ ഹോളി ഫാമിലി ഹാളിൽ നടന്ന ദിവ്യബലിയിലും കുരുത്തോല പ്രദക്ഷിണത്തിലും കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ സംബന്ധിച്ചു. ജോൺ തുണ്ടിയത്ത് കോർ എപ്പിസ്കോപ്പ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. യേശുക്രിസ്തു കഴുതപ്പുറത്തേറി ജെറുസലമിലേക്ക് പോയതിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഓശാന ആഘോഷിക്കുന്നത്. സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളിയിലെ ഓശാന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് റവറന്റ് ഫാദർ ജേക്കബ് കല്ലിച്ചത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഹമ്മദി സെന്റ് പേൾസ് ദേവാലയത്തിൽ വെച്ച് നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ എബ്രഹാം PJ നേതൃത്വം നൽകി. കുവൈത്ത് സെന്റ് പീറ്റേഴ്സ് ജ്ഞാനായ ദേവാലയത്തിൽ ഓശാന ശുശ്രൂഷകൾക്ക് ഫാദർ സിജിൽ ജോസ് വിലങ്ങൻപാറ നേതൃത്വം നൽകി. കുവൈത്ത് സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ശുശ്രൂഷകൾ ഇടവകയുടെ 3 സെന്ററുകളിലും നടത്തപ്പെട്ടു. അബ്ബാസിയ ശ്ലോമോ പ്രയർ ഹാളിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമ്മിസ് മെത്രോപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്ത്യ അത്താഴസ്മരണ പുതുക്കുന്ന പെസഹവ്യാഴം, കുരിശുമരണ ദിനമായ ദുഃഖവെള്ളി എന്നീ ആത്മീയ ദിനങ്ങൾ കടന്ന് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കുന്ന ഈസ്റ്ററോടെ വിശുദ്ധവാരാചരണം പൂർത്തിയാകും. ഉയിർപ്പ് ഞായറോടെ പ്രത്യേക നോമ്പിനും സമാപനമാകും. മീഡിയ 1 കുവൈത്ത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന ഓർമ്മയിൽ ഒമാനിലെ ക്രൈസ്തവ വിശ്വാസികൾ ഓശാന പെരുന്നാൾ കൊണ്ടാടി. ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാന പെരുന്നാളിനോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ ശുശ്രൂഷകളിലും പ്രത്യേക പ്രാർത്ഥനകളിലും കുരുത്തോല പ്രദക്ഷിണത്തിലും നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ഒമാനിലെ റൂവി, ഗാല, സുഹാർ, സലാല എന്നിവിടങ്ങളിലെ വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്ന വിശുദ്ധവാര ശുശ്രൂഷകൾക്ക് മെത്രാപ്പോലിത്തമാരും വൈദികരും കാർമ്മികത്വം വഹിക്കും. മസ്കത്ത് മാർ ഗിഗ്രോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിൽ മുംബൈ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസ്, സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഹോണറവർ മിഷന്റെ മെത്രാപ്പോലിത്ത യാക്കോബ് മാർ അന്തോണിയോസ്, ഗാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി, ഗാല മർത്തശമുനി യാക്കോബായ സുറിയാനി പള്ളിയിൽ യുഹനോന്മാർ മിലിത്തിയോസ് തുടങ്ങിയ മെത്രാപ്പോലിത്തമാരുടെയും വൈദികരുടെയും കാർമ്മികത്വത്തിലാണ് വിശുദ്ധവാര ശുശ്രൂഷകൾ നടക്കുന്നത്. ഓശാനയോടെ വിശുദ്ധവാരാചരണത്തിനും തുടക്കമായി. ക്രിസ്തുവിന്റെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം എന്നിവയുടെ ഓർമ്മ പുതുക്കുന്ന ഇനിയുള്ള ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ദിനങ്ങളാണ്. ക്രിസ്തുവിന്റെയും പീഡാനുഭവത്തെയും പുനരുദ്ധാനത്തെയും അനുസ്മരിച്ച് പെസഹ, ദുഃഖവെള്ളി, ഉയർപ്പ് തുടങ്ങി വിവിധ ശുശ്രൂഷകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക. 50 ദിവസത്തിലെ നോമ്പിന് പരിസമാപ്തി കുറിച്ചാണ് വിശ്വാസികൾ ഉയർപ്പ് പെരുന്നാൾ ആചരിക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. പീഡാനുഭവ വാരാചരണത്തിന് തുടക്കം. ദുബൈയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാന ശുശ്രൂഷ നടന്നു. ദുബൈ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് കൊൽക്കത്ത ഭദ്രാസനാധിപൻ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗൾഫിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാന ഞായർ ആചരിച്ചു. യേശുക്രിസ്തുവിന്റെ ദേവാലയ പ്രവേശനത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓശാന തിരുനാൾ. UAE-യിലെ വിവിധ ദേവാലയങ്ങളിൽ ക്രൈസ്തവർ ഓശാന ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ഷാർജ സെയിന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ നടന്ന ഓശാന ശുശ്രൂഷകളിലും കുർബാനയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സെയിന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് സലാല ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഓശാന പെരുന്നാൾ ആചരിച്ചു. ദാരീസിലെ ചർച്ച് സമുച്ചയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഫാദർ ബേസിൽ തോമസ് കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ റമദാനിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് റാഷിദ് ഗസാലി വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. KMCC ജിദ്ദ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ അഖണ്ഡമായ മൂല്യങ്ങൾ നിലനിൽക്കാനും രാജ്യവും സമൂഹവും സമുദായവും സുരക്ഷിതമായിരിക്കാനും വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് സൈൻ ഡയറക്ടറും പ്രഭാഷകനുമായ റാഷിദ് ഗസാലി വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. വിശുദ്ധ റമദാൻ മാസം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. KMCC ജിദ്ദ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനിയൊരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നതെന്നും ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജാഗ്രതയോടെ തെരഞ്ഞെടുപ്പിനായി പ്രവർത്തിക്കണമെന്നും
പ്രസിഡന്റ് അബൂബക്കർ അരിമ്ര പറഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൻ ജനാവലിയാണ് ഇത്തവണ ഇഫ്താർ വിരുന്നിലേക്ക് ഒഴുകിയെത്തിയത്. മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ വിവിധ സംഘടനാ പ്രതിനിധികളും ഇഫ്താറിൽ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി VP മുസ്തഫ, നാഷണൽ കമ്മിറ്റി മുഖ്യരക്ഷാധികാരി KP മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. പാലച്ചിറ വെൽഫെയർ അസോസിയേഷൻ ദുബായ് കമ്മിറ്റിയുടെ ഇഫ്താർ സംഗമവും ജനറൽ ബോഡി യോഗവും നടന്നു. ഫാമി ഷംസുദ്ദീൻ, ജസീം ജലീൽ എന്നിവർ സംസാരിച്ചു. മീഡിയ 1 ബിസിനസ് എക്സലൻസ് അവാർഡ് നേടിയ ഹനീഫ മനാഫിനെ ചടങ്ങിൽ ആദരിച്ചു. മക്കയിൽ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് മലയാളികളുടെ മഹാസംഗമമായി മാറി. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ വൻ ജനാവലി ഇഫ്താറിലേക്ക് ഒഴുകിയെത്തി. ഒരു പതിറ്റാണ്ടിലേറെയായി തുടർന്നു വരുന്നതാണ് മക്കയിൽ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമം. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മലയാളികൾ സംഘടനാ ഭേദമന്യേ ഈ സംഗമത്തിൽ പങ്കെടുക്കും. എല്ലാ വർഷവും റമദാനിലെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ് മലയാളികളുടെ ഈ മഹാസംഗമം നടക്കാറുള്ളത്. റമദാൻ 1 മുതൽ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. പതിവ് പോലെ ഇത്തവണയും മലയാളികൾക്ക് പുറമെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ നോമ്പ് തുറക്കാനെത്തി. വർഷങ്ങളായി നിരവധി സൗദി പ്രമുഖരും മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട്. നോമ്പ് തുറക്കാൻ മാത്രമല്ല, ഇഫ്താർ വിരുന്നിന്റെ സംഘാടനത്തിലും സൗദി പൗരന്മാർ താൽപര്യപൂർവ്വം സഹകരിക്കാറുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ, സെക്രട്ടറി മുസ്തഫ മലയിൽ, ചെയർമാൻ സുലൈമാൻ മാളിയക്കൽ, ട്രഷറർ മുസ്തഫ മുഞ്ഞക്കുളം എന്നിവരും മറ്റു സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും ഏരിയ കമ്മിറ്റി നേതാക്കളും പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ 1, മക്ക. എയിം കൂട്ടായ്മയുടെ സൗഹൃദ സംഗമവും ഗ്രാൻഡ് ഇഫ്താർ വിരുന്നും ഷാർജയിൽ നടന്നു. ഷാർജ പേസ് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച സംഗമം PA സൽമാൻ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. എയിം ചെയർമാൻ ഡോക്ടർ കരീം വെങ്കടങ്ങ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ചെയർമാൻ MC ജലീൽ, ജനറൽ കൺവീനർ വാഹിദ് മയ്യേരി, മുഹമ്മദ് റാഫി, ഫ്ലോറ തുടങ്ങിയവരും വിവിധ സംഘടനാ നേതാക്കളും സംസാരിച്ചു. സഹിഷ്ണുതയിലും മറ്റ് മതങ്ങളെ അംഗീകരിക്കുന്നതിലും UAE ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് നയതന്ത്ര വിദഗ്ധൻ വേണു രാജാമണി. ദുബൈ ഇന്ത്യ ക്ലബിൽ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നദീർ കാപ്പാട് പ്രഭാഷണം നടത്തി. TT യേശുദാസ് സ്വാഗതവും മോഹൻ കാപാലം നന്ദിയും പറഞ്ഞു. സുന്ദരിദാസ് ചടങ്ങ് നിയന്ത്രിച്ചു. ഖത്തർ KMCC കൊടുവള്ളി മണ്ഡലം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കൾ, ഖത്തർ KMCC സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. KMCC സൗദി അൽഖോബാർ റാക്ക ഘടകം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. KMCC സൗദി നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ ആലിക്കുട്ടി ഒളവട്ടൂർ, സിദ്ദീഖ് പാണ്ടികശാല, മാലിക് മക്ബൂൽ എന്നിവർ പങ്കെടുത്തു. CIC ഖത്തർ മദീന ഖലീഫ സോൺ റമദാൻ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സോണൽ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ സോണി, വ്യൂല, അനിൽ, സുനിൽ പെരുമ്പാവൂർ, ആദർശ്, സുനിൽ കണ്ണൂർ എന്നിവർ വിജയികളായി. കേരള പത്രപ്രവർത്തക യൂണിയന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പിന്തുണയുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രൂപ്പ്. മലബാർ ഗ്രൂപ്പിന്റെ ദുബായ് ഇന്റർനാഷണൽ ഹബിൽ നടന്ന ചടങ്ങിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ അഹമ്മദ് ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. KUWJ മിഡിൽ ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് MCA നാസർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി T ജമാലുദ്ദീൻ സ്വാഗതം പറഞ്ഞു. വോയിസ് ഓഫ് ആലപ്പിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഗുദൈബിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹ്റൈനിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൽമാനി ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ 80-ലധികം പേർ പങ്കെടുത്തു. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ മലയാളി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കവിയരങ്ങും കുമാരനാശാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആദർശ് മാധവൻകുട്ടി, EV രാജീവൻ, ദീപ ജയചന്ദ്രൻ, ബബിന സുനിൽ എന്നിവർ സംസാരിച്ചു. കവിതകളുടെ അവലോകനവും ആലാപനവും നടന്നു. ഇടവേള.
കേരള സോഷ്യൽ ഫോറം സേവന കൂട്ടായ്മ ഒരുക്കിയ റമദാൻ റിലീഫ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അർഹരായ പ്രവാസികൾക്ക് സൗജന്യ ഉംറ തീർത്ഥാടനത്തിനുള്ള സൗകര്യമൊരുക്കി. ബഹ്റൈനിൽ നിന്ന് മക്കയിലേക്ക് യാത്രയായ 50ഓളം പേരടങ്ങിയ തീർത്ഥാടക സംഘത്തിന് ഫസൽ ഭായ് നേതൃത്വം നൽകി. കുവൈത്തിലെ സ്വകാര്യ ആതുരാലയ മേഖലയിലെ പ്രമുഖരായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കുവൈത്തിലെ വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതിമാർ, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ മുസ്തഫ ഹംസ, മാനേജിംഗ് പാർട്ണർമാരായ ഇബ്രാഹിം കുട്ടി, ഡോക്ടർ ബിജി ബഷീർ, മെഡിക്കൽ ഡയറക്ടർമാർ, മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. ദജീജിൽ 24,000 സ്ക്വയർ ഫീറ്റിൽ വിപുലമായ സൗകര്യത്തോടുകൂടിയാണ് കോർപ്പറേറ്റ് ഓഫീസ്. ഓപ്പറേഷൻസ്, ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റിംഗ്, അക്കൌണ്ട്സ്, ഇൻഷുറൻസ്, അഡ്മിനിസ്ട്രേഷൻ, ഗസ്റ്റ് റിലേഷൻ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. GCC അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണിതെന്ന് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ മുസ്തഫ ഹംസ അറിയിച്ചു. മെഡിസിൻ, മെഡിക്കൽ എക്യുപ്മെന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇറക്കുമതിയും വിതരണവും വൈകാതെ തുടങ്ങുമെന്നും അറിയിച്ചു. വേൾഡ് മലയാളി കൌൺസിൽ റാക്ക് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന പൊലിമ 2024 ബ്രോഷറിന്റെ പ്രകാശനം റാക്ക് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് SA സലീം നിർവഹിച്ചു. ഡോക്ടർ റജി ജേക്കബ് ഏറ്റുവാങ്ങി. ഖത്തറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. പത്തനംതിട്ട തടിയൂർ സ്വദേശി ശ്രീജിത്ത് ശിവദാസനാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആശുപത്രി ജീവനക്കാരനായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില പരിശോധിക്കാം. റിയാദ് കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. ദമാം കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. മസ്കത്ത് കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 29 പൈസ, UAE ദിർഹം 22 രൂപ 76 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 96 പൈസ, ഒമാനി റിയാൽ 218 രൂപ 36 പൈസ, കുവൈറ്റ് ദിനാർ 273 രൂപ 20 പൈസ, ബഹ്റൈൻ ദിനാർ 222 രൂപ 94 പൈസ.